ശബരിമലയിൽ ഇക്കുറി റെക്കോർഡ് വരുമാനമാണ്. ഇന്നും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. രാവിലെ 7 മണി വരെ 26,472 പേരാണ് ദർശനം നടത്തിയത്. ഇന്നലെ ദർശനത്തിനെത്തിയ ഭക്തരുടെ എണ്ണം 87,000 കടന്നു. ആദ്യ 8 ദിവസത്തിനുള്ളിൽ 55 കോടി രൂപ നടവരവായി ലഭിച്ചു. സജീവ് സിവാരയുടെ റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസത്തെ പോലെ ഇന്നും തിരക്ക് തുടരുകയാണ്. സന്നിധാനത്തും പരിസരത്തുമെല്ലാം തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ പോലും അതിന്റെ ബുദ്ധിമുട്ടുകളില്ലാത്ത രീതിയിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ദർശനം പുരോഗമിക്കുന്നത്. ആദ്യ മണിക്കൂറുകളിൽ മോശമില്ലാത്ത രീതിയിലാണ് തീർത്ഥാടകർ എത്തുന്നത്. ഓരോ മണിക്കൂറിലും 5000-ൽ കൂടുതൽ തീർത്ഥാടകർ എത്തുന്നതായാണ് ഇപ്പോഴുള്ള കണക്കുകൾ. ആദ്യം 7 മണി വരെ 26,000 പേർ എത്തിയിരുന്നു. രാവിലെ തന്നെ നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ നേരത്തെ കണ്ട ഒരു തീർത്ഥാടകൻ പറഞ്ഞത്, നെടുമ്പാശ്ശേരിയിൽ നിന്ന് തീർത്ഥാടകൻ പറഞ്ഞത്, സുഗമമായ രീതിയിൽ അവർക്ക് ദർശനം നടത്താനായിട്ട് ശരണവഴികളിലെല്ലാം സൗകര്യമുണ്ടായിരുന്നു എന്നാണ്. അതനുസരിച്ച് സുഗമമായ രീതിയിൽ കയറി വന്നു. 2 മണിക്കൂറിനകം പമ്പയിൽ നിന്ന് സന്നിധാനത്തെത്തി തൊഴുതു മടങ്ങുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം, കുട്ടികളടക്കമുള്ള തീർത്ഥാടകർ എത്തുന്നുണ്ട്. From Bangalore. Nice. Early morning we had good darshan. So now early morning little bit rush also is there. Good darshan actually. Yeah. There is no obstacles. Not much. Went well actually. Thank you. ഈ തരത്തിലാണ് ഉള്ള തീർത്ഥാടകരുടെ പ്രതികരണങ്ങൾ നമുക്ക് കാണാം. അതായത് എളുപ്പത്തിൽ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മുകളിലേക്ക് കയറി എത്താനുള്ള സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കരിമല വഴിയും സ്വാമി അയ്യപ്പൻ റോഡ് വഴിയും ആളുകൾക്ക് കയറി വരാനുള്ള സാഹചര്യമുണ്ട്. Very good protection, best arrangements, all the best. Thank you. Chennai. Yes, sir. First class arrangements. ஃப்ரீயா இருக்கு. எல்லா லைனுமே ஃப்ரீயா இருக்கு. எல்லாமே ஃப்ரீயா இருக்கு. சூப்பரா இருக்கு. நீட்டா இருக்கு. லைன்ல இருந்து எல்லாமே கிளியர் பண்ணி வைக்கறாங்க. தெளிவா இருக்கு. கூட்டம் இருக்குன்னு சொல்றாங்க. என்னங்க? கூட்டம் அது அப் அண்ட் டவுன் இருந்ததா இருக்கும். அதெல்லாம் எதுவும் பண்ண முடியாது. பட் சாமி கோயில் நீட்டா இருக்கு. Because of the puja performance இல்லையா, அது based on வந்து ஸ்டக் ஆகுது. மற்றபடி ஒண்ணும் இல்ல. பூஜை இதெல்லாம் நல்லா ரெடி பண்ணிருக்காங்க. ஒன்றும் தொந்தரவு நல்லா இருக்கு. சர்வீஸ் எல்லாம் நல்லா இருக்கு சாமி. தண்ணி, பாத்ரூம் ஃபெசிலிட்டி எல்லாமே கிடைக்கும் சாமி. எல்லாமே கொடுத்தாங்க. நல்லா இருக்கு. அதெல்லாம் ஹைப் சாமி. அதெல்லாம் ஹைப் பண்றாங்க. அதெல்லாம் நல்லா தான் இருக்கு. இந்த வாட்டி ரொம்ப நல்லா இருக்கு. சானிடேஷன் ஃபெசிலிட்டிஸ் அருமை. எல்லாம் நம்ம நீட்டா இருக்கு. டாய்லெட்ஸ் நிறைய நீட்டா இருக்கு. அரேஞ்ச்மெண்ட்ஸ் எல்லாம் நல்லா இருக்கு. எந்த வித ரூமரும் நம்ப வேண்டாம். எல்லாமே நல்லா தான் இருக்கு. நல்லா மூவ் ஆகுது. கிளீனா இருக்கு. ദേവസ്വം ബോർഡിന് ഒരു താങ്ക്സ്. ദേവസ്വം ബോർഡിന് നന്ദി പറയുകയാണ് തീർത്ഥാടകർ. ഇപ്പോൾ അവിടെ നിന്നുള്ള ദർശനത്തിനെല്ലാം സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ശബരിമലയിൽ ഇക്കുറി വരുമാനത്തിലും വലിയ തോതിലുള്ള വർധനവുണ്ട്. ആദ്യത്തെ 8 ദിവസങ്ങൾക്കകം സംഭവിക്കുന്നത് 13 കോടിയോളം വർധനയാണ് രേഖപ്പെടുത്തുന്നത്. അതായത് 42 കോടി ഉണ്ടായിരുന്ന വരുമാനം ഇക്കുറി 55 കോടിയായി ഉയർന്നിട്ടുണ്ട്. കാണിക്ക വഴിയുള്ള 15 കോടിയാണ് കാണിക്ക വഴി ലഭിച്ചിരിക്കുന്നത്. അരവണ വഴി 15 കോടി ലഭിച്ചതായും കാണുന്നു. ഏതായാലും തീർത്ഥാടകർ വലിയ തോതിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മോട് പറയുന്നത്. മണ്ഡലകാലമായാൽ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ വടക്കൻ കേരളത്തിൽ, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലൊക്കെ പിന്തുടരുന്ന ഒരു അനുഷ്ഠാനമാണ് അയ്യപ്പൻ വിളക്കുകൾ. ഈ ആചാരത്തെ തലമുറകളായി കൈവിടാതെ മുറുകെ പിടിക്കുന്ന ഒരു കുടുംബത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഒറ്റപ്പാലം കോതകുറിശ്ശിയിൽ പരമ്പരാഗത രീതികളിലൂടെ ഇവർ നേതൃത്വം നൽകുന്ന അയ്യപ്പൻ വിളക്ക് സംഘം നൂറുകണക്കിന് വേദികളിൽ പ്രാഗൽഭ്യം തെളിയിച്ചു. പാലക്കാട്ടുകാർക്ക് കോതകുറിശ്ശി ഉണ്ണി വെളിച്ചപ്പാട് എന്ന പേര് സുപരിചിതമാണ്. അയ്യപ്പൻ വിളക്കെന്ന അനുഷ്ഠാനത്തെ പരമ്പരാഗത രീതികളിലൂടെ ഇന്നും പിന്തുടരുന്ന കുടുംബത്തിലെ മുതിർന്ന അംഗമാണ് ഇദ്ദേഹം. വൃശ്ചികം, ധനു, മകരം മാസങ്ങളിൽ കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലുമായി അങ്ങോളം ഇങ്ങോളം നടത്തിവരാറുള്ള അനുഷ്ഠാനമാണ് അയ്യപ്പൻ വിളക്ക്. പലയിടങ്ങളിലും പല പേരുകളിലാണ് ഇതറിയപ്പെടുക. വാഴപ്പിണ്ടികൾ ഉപയോഗിച്ച് പ്രതീകാത്മക അമ്പലം സൃഷ്ടിച്ച് അയ്യപ്പനെ കുടിയിരുത്തി വിശ്വാസ സമൂഹം കൊണ്ടാടുന്ന ഒന്നാണിത്. ആ കലയെയാണ് ഉണ്ണി വെളിച്ചപ്പാടിന്റെ കുടുംബം ഇന്നും മുറുകെ പിടിക്കുന്നത്. പിതാവ് അപ്പൻ വെളിച്ചപ്പാടിൽ നിന്നുമാണ് ശ്രീധരൻ എന്ന ഉണ്ണി വെളിച്ചപ്പാട് അയ്യപ്പൻ വിളക്കിന്റെ ബാലപാഠങ്ങൾ പഠിച്ചെടുത്തത്. 65 വയസ്സ് പിന്നിട്ട ഇദ്ദേഹം ശാരീരിക അവശതകളെല്ലാം മറന്ന് ഇപ്പോഴും വിളക്ക് സംഘത്തെ നയിക്കുന്നുണ്ട്. ഞങ്ങൾ പൂർവികമായിട്ട് കോതകുറിശ്ശി അയ്യപ്പൻ വിളക്ക് സംഘം നടത്തിക്കൊണ്ട് എൻ്റെ അച്ഛൻ
കാരണന്മാരും എല്ലാവരും ആയിട്ട് നടത്തി തന്നതാണ്. ഞാനിപ്പോൾ 28 വയസ്സ് മുതൽ സ്വന്തമായി നടത്തുന്നുണ്ട്. ഞങ്ങൾ 35 പേര് ചെണ്ട, വാദ്യം, ഉടുക്ക് എല്ലാവരും ഈ പാർട്ടിയിലും. നിലവിൽ വൃശ്ചികത്തിലെ വിളക്കുകൾക്ക് തയ്യാറെടുക്കുകയാണ് ഇവർ. അനേകം തലമുറകൾക്ക് ഉടുക്കുപാട്ടിന്റെയും വെളിച്ചപ്പാട് നൃത്തത്തിന്റെയും അമ്പലം പണിയുടെയുമെല്ലാം പാഠങ്ങൾ പകർന്നു നൽകിയ ഈ ഗുരുനാഥൻ തന്റെ 2 മക്കളെയും ഇതേ വഴികളിലൂടെ കൈപിടിച്ചു നടത്തി. മക്കളായ രാജുവും ദീപക്കും ഇപ്പോൾ ഇതേ മേഖലയിൽ പ്രസിദ്ധി ആർജിച്ച കലാകാരന്മാരാണ്. 3 മാസത്തെ വ്രതാനുഷ്ഠാനത്തിനു ശേഷമാണ് മണ്ഡലകാലത്തിലേക്ക് ഇവർ കടക്കുക. ഈ രീതികളിലൂടെ കലയെയും വിശ്വാസത്തെയും ചേർത്തുപിടിച്ച് ജീവിതത്തിൽ ആത്മസംതൃപ്തി നേടുകയാണ് ഈ കുടുംബം. ന്യൂസ് 18 പാലക്കാട്.